പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട അനേകം വ്യക്തികളെ, കുടുംബങ്ങളെ എനിക്കറിയാം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ തളർന്നുപോയ വ്യക്തികളും ധാരാളമാണ്. എനിക്ക് അറിയാവുന്ന ഒരു സഹോദരി, ജീവിത പങ്കാളി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. പിന്നെ സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖത്തിലൂടെയും വ്യതയിലൂടെയും ആ മകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, അച്ഛാ പ്രാർത്ഥിക്കണം, വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോഴൊക്കെ മനസ്സ് തളർന്നു പോകുന്നു, ജീവിക്കണോ എന്ന് തന്നെ തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറേ നാളുകൾ പിന്നിട്ടു. ചില സമയങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരിയെ നേരിട്ട് കാണുവാനായി സാധിച്ചു. ആ സഹോദരി പറഞ്ഞു, അച്ചോ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്, എങ്കിലും പഴയ ഓർമ്മകൾ, ആ ചിന്തകൾ ഇപ്പോഴും വേട്ടപ്പെട്ടിയെ പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് എൻ്റെ ജീവിത പങ്കാളി കൊല്ലപ്പെട്ടതെന്ന് അല്ലെങ്കിൽ മരണപ്പെട്ടതെന്ന് അറിയില്ല അച്ഛ. അതിൻ്റെ ഒരു വേദന ഒരു വശത്ത്. മറുവശത്ത് എല്ലാ ദിവസവും ഉറങ്ങാനായി പോകുമ്പോൾ ആ മുറിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ, ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ചെരുപ്പ്, അതെല്ലാം അവിടെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പം ഓർമ്മകൾ പിന്നെയും വരികയാ, ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ. ചുരുക്കത്തിൽ ഈ മകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. വലിയ ദുഃഖവും ഭാരവും ഒക്കെ വഹിച്ചുകൊണ്ടാണ് ഈ മകള് ജീവിക്കുന്നത്. കുറച്ചു നേരം ആ സഹോദരിയോട് സംസാരിച്ചു. കുർബാനയിൽ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തു. ദൈവമാണ് ജീവിതം തന്നത്, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് വലിയ പ്രയാസമാണ്. എങ്കിലും ഒരേ ഒരു കാര്യം ചെയ്യണം, കുറച്ചു നാളത്തേക്കെങ്കിലും ആ മുറിയൊന്ന് മാറി കിടക്കുവാനായിട്ട് ശ്രമിക്കണം. പതുക്കെ പതുക്കെ മനസ്സൊന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിക്കണം. ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, കഴിഞ്ഞ 20 വർഷക്കാലം ജീവിത പങ്കാളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ 2 മക്കളെ എനിക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട്, ഒരു കുറവും വരുത്താതെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തളർന്നുപോയ നിമിഷങ്ങളിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ രോഗിയാണ്, പക്ഷേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബത്തിൽ കുറവുകളൊന്നും ഉണ്ടായിട്ടില്ല. മക്കളുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ ഓർത്ത് നന്ദി പറയണമെന്ന് പറഞ്ഞു. പതുക്കെ പതുക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ സഹോദരി പാലിക്കുവാൻ തുടങ്ങി. പിന്നീട് കണ്ടപ്പം പറഞ്ഞു, അച്ചോ വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താ, ദൈവം അനുഗ്രഹം തരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് ജീവിതം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന വ്യക്തികളൊക്കെ ഒരു ദിവസം നമ്മിൽ നിന്ന് അകപ്പെട്ടു പോകും. പിന്നെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഒന്നും നമ്മെ തളർത്തിക്കളയുവാനായിട്ട് പാടില്ല സഹോദരങ്ങളെ. ദൈവം തന്ന ഈ ജീവിതം, അത് 70, 80, 90 വർഷക്കാലം, അതെ, ഈ വർഷക്കാലം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട് ജീവിക്കുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിക്കണമെങ്കിൽ മനസ്സ് ശാന്തമാക്കി മനസ്സിൻ്റെ നിയന്ത്രണം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. നമുക്ക് തന്നെ നമ്മുടെ നിയന്ത്രണം നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഈ ലോക ദുഃഖങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന്. നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ മനസ്സിൻ്റെ നിയന്ത്രണം എങ്ങനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും? അവിടെയാ നമ്മുടെ ജീവിത വിജയമിരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മയൊക്കെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. തളരുന്ന നിമിഷങ്ങളിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസം ക്ഷയിച്ചു പോവുകയാണ്, വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.